നമസ്കാരം. നമ്മുടെ വനിതാ ദിനത്തോട് അനുബന്ധിച്ച് ഉള്ള ടോക്ക് ഷോയില് നമ്മള് പ്രിൻസ് സാറിനെയും അതേപോലെ തന്നെ ജോഷി സാറിനെയും പരിചയപ്പെട്ട് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പേഴ്സണെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. PA സലീംകുട്ടി സാർ, സോക്കർ സ്കൂളിന്റെ സ്ഥാപകനും MD-യുമായ സാർ ഇടുക്കിയിൽ നിന്ന് ആദ്യമായി ഒരു വ്യക്തി സന്തോഷ് ട്രോഫിക്ക് വേണ്ടി കളിക്കുകയും പ്രീ ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയും ചെയ്തു. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കായിക വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുകയും ഫിനാൻഷ്യലി ബാക്കായി നിൽക്കുന്ന സമൂഹത്തിൽ നിന്നുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് സാറിൽ നിന്ന് തന്നെ കേൾക്കാം. സർ നമസ്കാരം, ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. സാർ ഇപ്പോ സോക്കർ സ്കൂൾ എന്നൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുവരികയാണെന്ന് നമുക്ക് അറിയാം. സാറിന്റെ ആ ഒരു മേഖലയെ കുറിച്ച്, കർമ്മ മേഖലയെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ഞാൻ അപ്രതീക്ഷിതമായി ഇങ്ങനെ വന്നു ചാടിയ ആളാണ്. കാരണം ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ കേരള ടീമിൻ്റെ സന്തോഷം കിട്ടി. ഇന്ത്യയുടെ ഒളിമ്പിക്സ് ക്യാമ്പിലൊക്കെ പങ്കെടുത്തു. പിന്നെ നാട്ടിൽ നടന്ന ഒരു മത്സരത്തിൽ കാലിന് പരുക്ക് പറ്റി. ആ പരുക്ക് പറ്റിയപ്പോൾ ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി തിരിച്ചു. അത് ശരിക്കും അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ മാറ്റമായിരുന്നു. പിന്നെ മുന്നോട്ടുള്ള പോക്കൊക്കെ പരുക്ക് മൂലമായിരുന്നു പിന്നെയുള്ള അവസ്ഥ. അപ്പോൾ അങ്ങനെ എൻ്റെ മുട്ടിന് ഇഞ്ചുറിയായി. അപ്പോൾ പ്രോപ്പർ ചികിത്സയില്ലാതെ വന്നതുകൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. അത് ഒരാൾ കളിച്ചില്ല എന്നോർത്തൊരു കുഴപ്പമില്ല. പക്ഷെ അയാളുടെ നിത്യജീവിതത്തിലുള്ള അയാളുടെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൻ്റെ അവസാനം വരെ അത് അതിൻ്റെ ദൂഷ്യം അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനപ്പോൾ മനസ്സിലാലോചിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ അനുഭവം അറിവനുസരിച്ച് ഒന്ന് ഐസ് വെച്ച് ബാൻഡേജ് ചെയ്താൽ ഒരാഴ്ച കൊണ്ട് റിക്കവറി ആവുന്നൊരു പരുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് അത്ര സീരിയസ് ആയിരുന്നു. ഇത്തരം കാര്യങ്ങൾ അറിവില്ലാത്തത് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ, നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഞാൻ അതുകൊണ്ട് അന്ന് മുതൽ ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചെടുക്കുക. അങ്ങനെ കേരളത്തിൽ ഇന്ത്യയിൽ വെച്ച് ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്യാമ്പിൽ നിന്ന് പോകുന്നു. ഒരു 10,000-ഓളം കുട്ടികൾ ഈ 1992 മുതൽ 2026 വരെ ഏറ്റവും ചുരുങ്ങിയത് വന്നു പോയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും പരിശീലനം കൊടുത്തിട്ടുണ്ട്. വൃദ്ധര്, അനാഥര്, പോലീസുകാര്, ഡോക്ടർമാർ, എല്ലാം എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യും. അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് പുതിയ അനുഭവം അറിവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിസ്വാർത്ഥമായിട്ട് നമ്മൾ ഇത്രയും കാലം ചെയ്തു. 2017 ആയപ്പോൾ തൊടുപുഴയിൽ ചുറ്റുഭാഗത്തുള്ള ഗ്രൗണ്ടുകളൊന്നും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ഞാൻ സ്വന്തമായിട്ടൊരു 5 ഏക്കർ സ്ഥലം ലീസിനെടുത്ത് ചാഴിയാട്ടയാണ് വിനു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്ഥലമായിരുന്നു. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്ത് വഴി ഒരു വക്കീൽ അനീഫ് റാവുത്തർ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. അങ്ങനെ പുള്ളി ഒരു എഗ്രിമെൻ്റ് എഴുതി തന്നതാണ്. അത് ഞാൻ ആ വലിയ കുഴിയായിരുന്നു, നമുക്ക് മണ്ണിട്ടൊക്കെ നികത്തി. അപ്പോൾ എൻ്റെ മനസ്സിലൊരു മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരും കാണുന്ന പോലെ ഒരു കോമ്പറ്റീഷന് ആളുകളെ സജ്ജമാക്കുകയല്ല. എല്ലാവരും അമ്പലവും പള്ളിയൊക്കെയല്ലേ പണിയണേ. ഞാൻ ഗ്രൗണ്ട് പണിത് എല്ലാ മനുഷ്യനെയും ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു വലിയൊരു സംഭവമാണ്. കാരണം കുട്ടികൾ എപ്പോഴും ആഹാരം കൊടുത്താലോ പഠിച്ചാലോ അമ്പലത്തിനും പള്ളിയിൽ പോയാലൊക്കെ അതിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കളിക്കാനാണ്. കളി വഴി അവരുടെ A to Z കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും. ഞാൻ വളരെ സന്തോഷമാണ്. അപ്പോൾ അത് ശരിക്കും ഈ ചുറ്റുപാടുള്ള എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും നമ്മളവിടെ സൗജന്യമായിട്ട് പരിശീലനം കൊടുക്കും. അപ്പോൾ ഇത്രയും പൈസ മുടക്കിയെങ്കിൽ അതൊന്നും നമുക്കിനി തിരിച്ചും കിട്ടുന്നില്ല. പക്ഷെ ഇത് മുന്നോട്ട് അത് കൊണ്ടു നടക്കണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്കൊരു ആവറേജ് ഒരു 1,20,000 അടുത്ത് നമുക്ക് പൈസ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പൈസയുള്ള കുട്ടികളുടെ പേരൻസിന് ചെറിയ പൈസ ഫീസായിട്ട് വാങ്ങിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. എന്നാലും പൂർണ്ണമായിട്ടത് ഏപ്രിൽ മെയ് മാസം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പണിയെടുക്കുന്ന പൈസ കൊണ്ട് അതിൻ്റെ അകത്തിട്ടാലേ ഇത് മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഇത് നല്ല ഭംഗിയായിട്ട് എൻ്റെ കൂടെ എൻ്റെ ശിഷ്യന്മാരായിട്ട് വന്ന ആളുകളൊക്കെയാണ് എൻ്റെ അകത്ത് പരിശീലകരായിട്ടുള്ള ആളുകൾ. അവരൊക്കെ ഒരു കുടുംബം പോലത്തെ ഒരു ഫീൽ അതിൻ്റെ അകത്തുണ്ട്. വരുന്ന പിള്ളേരെല്ലാം ഭാവിയിൽ എവിടെ പോയാലും അറ്റ്ലീസ്റ്റ് വർഗീയവാദിയെങ്കിലും ആകാതിരിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ആദിവാസി കുട്ടികളടക്കമുണ്ട്. അപ്പോൾ അതുപോലെ അവിടെ 2-3 പിള്ളേരെ സ്പോൺസർ ചെയ്തു. മധ്യസംബുളി എന്ന് പറയുന്ന ഡോക്ടറുണ്ട്, അവർ 3 കുട്ടികളെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിവിലുപരിയായിട്ട് നല്ല മനുഷ്യരെയാണ് നമ്മളെപ്പോഴും എയിം ചെയ്യുന്നത്. അപ്പോൾ പണ്ടത്തെ പോലെ ഒരു 10-15 വർഷം മുന്നേക്കൊക്കെ നമ്മുടെ ക്യാമ്പിൽ നിന്ന് ഒരു 5 പേരെങ്കിലും കേരള ടീമിലൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് നമുക്ക് വിദ്യാഭ്യാസ സംസ്കാരം കുറച്ചും കൂടി. അപ്പോൾ ചെറു ക്ലാസ്സുകൾ വരെ ട്യൂഷനായി. അപ്പോൾ ഒരിക്കലും ഒരു 2 നേരമൊന്നും പ്രാക്ടീസ് ചെയ്യാതെ ഒരു കുട്ടിക്കും അടുത്ത ഘട്ടത്തിൽ ഒരു പ്രൊഫഷണലായിട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ കൂടുതൽ കെയറിങ് വന്നു തുടങ്ങി. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്
ആരും തിരിഞ്ഞു നോക്കില്ല. എല്ലാവരും തന്നെ പഠിച്ച അടുത്ത ഘട്ടത്തിലേക്ക് കഴിവുള്ളവർ അങ്ങ് കയറി പോകുന്നുള്ളൂ. ഇന്നിപ്പോൾ ഒരു കുട്ടി വരിക എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും അമ്മയുടെ അച്ഛനും അമ്മയും 6 പേരുടെ ഗൈഡൻസിൽ ഒരു കുട്ടി ചലിക്കുന്നത്. അപ്പോൾ ഒരു 10ാം ക്ലാസ്സൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളും കണ്ടിന്യൂ ചെയ്യില്ല. അപ്പോൾ നല്ല ടാലൻ്റ് ഉള്ള കുട്ടിക്ക് നല്ല പേരൻ്റ് ഇല്ല, പേരൻ്റ് ഉള്ള കുട്ടിക്ക് ടാലൻറ്റും ഇല്ല. അപ്പോൾ സത്യത്തിൽ കായികക്ഷമത എന്ന് പറയുന്നത് ലെവലേശമില്ലാതെയായിപ്പോയി. സർക്കാർ ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രൊജക്റ്റുകൾ കൊണ്ടെങ്കിലും അതിലേക്കൊന്നും ഇവർ എന്താന്ന് പോലും മനസ്സിലാക്കാതെ താഴെത്തട്ടിലെത്തുമ്പോൾ അതിൻ്റെ ഗുണം ശരിക്കും കുട്ടികളിൽ എത്തുന്നില്ല. പിന്നെ നമ്മുടെ നിയമങ്ങൾ, നമ്മൾ എന്ത് സ്നേഹിച്ചാലും അടി കൊടുക്കുന്നവർക്കിട്ട് അടി കൊടുത്താൽ മാത്രമേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ ഭയമില്ലാതെ ഒരിക്കലും സ്നേഹം കൊണ്ടുള്ള ഭയം ഉണ്ടാകണം. അല്ലാതെ നമുക്കൊരിക്കലും ഇവരെ ഈ പ്രായത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറേ കുട്ടികളൊക്കെ കുസൃതിയും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ സ്നേഹിച്ചുകൊണ്ട് മാത്രം അതൊന്നും, കാരണം അവർക്ക് ആ ബോധത്തിലേക്ക് എത്തണമെങ്കിൽ ഇച്ചിരി ഭയവും കൂടെ അവർക്കുണ്ടാകും. പക്ഷെ നമ്മുടെ നിയമങ്ങളെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ശരിക്കും ഏറ്റവും നല്ല കുട്ടികൾ ഇച്ചിരി അല്പന്മാർ പിള്ളേരൊക്കെയാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും അവർ വരെ ഫോൺ ചെയ്ത് നമ്മൾ അകത്ത് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട സ്കൂളുകളിലും ഗ്രൗണ്ടുകളിലും അക്കാഡമികളിലും എല്ലാം ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. സാറപ്പോ പറഞ്ഞ ഒരു വിഷയത്തിന് ആസ്പദമായി ഞാൻ ഒരു കാര്യം ചോദിക്കുക. ഇന്ന് കൂടുതലും പാഠ്യേതര വിഷയങ്ങൾക്ക്, അതായത് ഇപ്പോ നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന്, സ്പോർട്സിന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പാരന്റ്സ് കൂടുതൽ സമയം കൊടുക്കുന്നില്ല. എല്ലാവരും കുട്ടികളെ ഒരു ബുക്ക് അങ്ങനെ ആ രീതിയിൽ തന്നെ പറയണം, പഠനം ആ രീതിയിലേക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താ ഒരു കോണ്ടാക്സിനോട് സാർ യോജിക്കുന്നുണ്ടോ? എനിക്കത് തോന്നിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു പ്രൊഫഷണലായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരാള് ഇതിന്റെ LOCയുടെ ഭരണപരിഷ്കാരം കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. കേട്ടോ, നമ്മൾ പ്രൊഫഷണലായിട്ട് ഒരു കുട്ടി ഒരു 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ശരിക്കും അവന്റെ എല്ലാത്തിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാകും. അതിനു മുന്നേ തന്നെ അവരെല്ലാം ഓരോ സ്ഥലത്ത് അവരുടെ അച്ഛനും അമ്മയൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അവർ മൂവ് ചെയ്യുക. കുട്ടി ആഗ്രഹിക്കുന്നിടത്തേക്കല്ല. അപ്പൊ കുട്ടിക്ക് ചില വോളിബോൾ കളിക്കാനായിരിക്കും അവരുടെ ടാലന്റ്, അപ്പനും അമ്മയ്ക്ക് ഫുട്ബോൾ കളിക്കാനാണെങ്കിൽ അവരുടെ ഫുട്ബോളിനുണ്ട്. ഒരിക്കലും അത് 100% അതിലേക്ക് എത്തില്ല. അപ്പൊ അവന്റെ കഴിവനുസരിച്ച് പോകാനുള്ളൊരു സാംസ്കാരികപരമായൊരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. അപ്പൊ അവന് ഇഷ്ടപ്പെടുന്നതിലേക്കാണ് പോണേ. അതുകൊണ്ടൊരു പ്രൊഫഷണൽ ലെവലിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ ആ കുട്ടിക്ക് ജന്മനാ ദൈവം കൊടുത്ത കഴിവുകൾ എന്താണെന്ന് കണ്ടെത്താൻ മാർഗമില്ല, കണ്ടെത്തിയവരെ നിലനിർത്താനും മാർഗമില്ല. അപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാവരും പഠിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന പഠനത്തോടൊപ്പം തന്നെ ഒരു സൈഡായിട്ട് പിള്ളേരിൽ ചെറുപ്രായത്തിൽ തന്നെ കേരളത്തിന് വേണ്ടി കളിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം, അതെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഒരു നാട്ടില് ഇപ്പൊ ഷൈനി വിൽസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു അത്ലറ്റാണ് അല്ലേ. പയ്യൻ വിജയ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു ഫുട്ബോളറാണ്. അവര് ജാതി പേരിലോ കുടുംബ പേരിലോ ഒന്നും അല്ല അറിയണം. അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളൊന്നും പ്രശ്നമല്ല. എല്ലാവരും അവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു പൊതു സ്പേസാണ്. ആ പൊതു സ്പേസിലേക്ക് കുട്ടികളെ കൊണ്ടെത്തണം. അപ്പൊ അതിന്റെ വാല്യൂ കുട്ടികളിൽ എത്തുന്നില്ല സത്യത്തില്. അപ്പോൾ ജീവിതവും ഈ സ്പോർട്സുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അതിന് സർക്കാർ എന്ത് ചെയ്യണം? അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രൊഫഷണലായിട്ട് പോകുന്ന ആളുകൾ സർക്കാർ താങ്ങും തണലുമായിട്ട് നിൽക്കണം. ഇതിപ്പോ അങ്ങനെ പോയി പരിക്ക് പറ്റുന്ന ഒരാളെ തിരിഞ്ഞു പോലും വരും നോക്കത്തില്ല. അതാ നമ്മുടെ നാട്ടിലെ ഒരു വ്യവസ്ഥിതി അതാണ്. അപ്പോൾ പഠിച്ചൊരാൾ പോയാൽ അവർക്ക് ജീവിതാവസാനം വരെ ഒരു ജീവിതമുണ്ട്. കളിക്കുന്ന ആൾക്ക് പരിക്ക് പറ്റിയ അവന്റെ കാര്യം പോയി. അപ്പോൾ ആരും സുരക്ഷിതമല്ലാത്തതുകൊണ്ട് അതുകൊണ്ടല്ലേ പൊളിറ്റിക്സിലേക്ക് എല്ലാ നേതാക്കന്മാരുടെ മക്കളും മരുമക്കളും ഒക്കെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. സ്പോർട്സിൽ വരുന്ന ഈ ആയിരക്കണക്കിന് ആളുകൾ ദേശീയ തലത്തിലാളുകളുണ്ട്. ഇവരൊന്നും മക്കളൊന്നും ഈ രംഗത്തേക്ക് വരുന്നില്ല. സേഫ് അല്ല, ഇതൊരു സേഫ് അല്ലാത്തതുകൊണ്ടല്ലേ വരുന്നത്. ആളുകൾ സേഫ് ആകാനാണ് നോക്കുന്നത് അല്ലേ. ഒരു പേരന്റ് എന്ന നിലയിൽ എപ്പോഴും കുട്ടികളുടെ ജീവിതം സേഫ് ആക്കാനാണ് അവർ നോക്കുന്നത്. അപ്പൊ അതിന് വരും രാജ്യത്ത് കളിക്കാൻ പോയാൽ എന്ത് കിട്ടുന്നത്? നമ്മളിപ്പോ ഒരു പട്ടാളക്കാരനായി അവിടെ പോയി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ അടുത്ത വീട്ടിലെ മക്കൾക്കോ അല്ലെങ്കിൽ ചേട്ടന്മാർക്കോ ആർക്കെങ്കിലും ഒരു ജോലികളും കിട്ടും. രാജ്യത്തിന് കളിക്കുന്ന ആളുകൾ, രാജ്യത്തിന്റെ യശസ്വി ഉയർത്താൻ വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ആളുകൾ, അവർക്കൊരു പരിക്ക് പറ്റിയാൽ തിരിഞ്ഞു നോക്കാൻ നമ്മുടെ രാജ്യത്ത് ആളില്ല. അത് നമ്മുടെ നാട്ടിൽ ഇത് കണ്ടുവരുന്ന ആളുകൾ ഇപ്പൊ എന്റെ കാല് പോയി ഇങ്ങനെ കളി നിർത്തി ഞാൻ എന്റെ ഇങ്ങനെ നമ്മുടെ ജീവിതം പോയി എന്നല്ലേ പറഞ്ഞേ അല്ലേ. അപ്പൊ അത് അങ്ങനെ വരുമ്പോഴത്തേക്കും വേറൊരാള് ഈ രംഗത്തേക്ക് വിടാൻ ആഗ്രഹിക്കത്തില്ല. അപ്പൊ അവരെയൊക്കെ നമ്മൾ എപ്പോഴും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ജീവിതവും ഒക്കെ സുരക്ഷിതമാകാൻ സർക്കാർ സംവിധാനങ്ങളുണ്ടായ
ഇത് നല്ല രീതിയിലേക്ക് പോകും. ഇപ്പം നമുക്കറിയാലോ നമ്മുടെ നാട്ടിന്റെ സ്ഥിതി എന്നാണ്. സേഫ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആളുകൾ ഇതിൻ്റെ അകത്തേക്ക് വരാത്തത്. അപ്പൊ അതിനിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ വർഷം ചെല്ലുന്നതോറും ഇത് പ്രൊഫഷണൽ കുട്ടികളുടെ എന്റർടൈൻമെന്റ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്റർടൈൻമെന്റ് സ്പോർട്സ്, കോമ്പറ്റീഷൻ സ്പോർട്സ്, പ്രൊഫഷണൽ സ്പോർട്സ് ഓരോ ദിവസവും താഴത്തേക്കാണ്. പക്ഷെ അത് ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൂ. ഞാനൊക്കെ ഒരു 15 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വർക്കിന് യാതൊരു മാറ്റവും. നമ്മൾ എവിടെ ഇതുപോലെ കുട്ടികളെ കണ്ടാലും നമ്മൾ അവനെ എല്ലാം പൊക്കി നമ്മൾ കൊണ്ടുവരും. അല്ലെങ്കിൽ അടുത്ത നല്ല അക്കാഡമി, നമ്മളിൽ നല്ല അക്കാഡമി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ അവനെ പറഞ്ഞു വിടും. പക്ഷെ ഇപ്പം അങ്ങനെ വരുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ ട്രൈബൽ കുടുംബശ്രീ ഒരു വലിയ ക്യാമ്പ് നടത്തി. സംസ്ഥാന തലത്തിൽ മത്സരം കുടുംബശ്രീ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ക്യാമ്പ് നമ്മളെ ഏൽപ്പിച്ചിരുന്നു. നമ്മൾ അതിൽ വന്നൊരു 2-3 കുട്ടികൾ നല്ല ഔട്ട്സ്റ്റാൻഡിങ് കുട്ടികളാണ്. അപ്പോൾ അതിൽ അവരുടെ ഞാൻ പറഞ്ഞു, വയനാട് കളി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങോട്ട് പോരെ, ഞാൻ നോക്കിക്കോളാം നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ അതിൽ നല്ല കുട്ടി പറയുവാണേ, നാട്ടിൽ ഉത്സവമാണ് മെയ് മാസത്തിൽ, അത് കഴിഞ്ഞ് വരാമെന്ന്. അല്ല ഞാൻ പറഞ്ഞ കാരണം എന്താ പറയുക, ഇത് കളിച്ചാൽ എന്തൊക്കെ കിട്ടും കിട്ടില്ല എന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ അവർക്ക് അവരുടെ ആ ഇന്റിമസി ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ ആ ചുറ്റുഭാഗത്തു നിന്ന് വിട്ടുവരാനുള്ള ഒരു പ്രശ്നം അറിവില്ലായ്മയാണ്. അവർക്ക് എന്തൊക്കെ ഗുണം അല്ലെങ്കിൽ ഗുണമില്ലാത്ത എന്നാന്ന് അറിയണ്ടേ. പക്ഷെ പലപ്പോഴും ആ ഫീൽഡിൽ നിൽക്കുന്ന കുട്ടികളുടെ കഴിവ് എന്നാന്ന് അറിയാൻ പറ്റുന്ന സാഹചര്യമില്ല. അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ബോധവൽക്കരണം നടക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മൾ പൊതുസമൂഹത്തിൽ ഒത്തിരി ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കും. ഈ ക്ലാസ്സിൽ പോയിരിക്കുന്ന ആളുകൾക്ക് സർവീസ് കൊടുക്കാൻ നേരമില്ല, സർവീസ് കൊടുക്കുന്നവർക്ക് ക്ലാസ്സിൽ പോകാൻ നേരമില്ല. ഇത് രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണ് ഇപ്പൊ നിലവിലത്തെ ഒരു അവസ്ഥ. സാറിനോട് എനിക്ക് ഇനി ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ സാറിന്റെ സോക്കർ സ്കൂളില് ആൺകുട്ടികൾ മാത്രമാണോ ഉള്ളത്, പെൺകുട്ടികളെയും നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ടോ? പെൺകുട്ടികൾ വരുന്നുണ്ടെങ്കിലും അവരാരും ഒരു സ്ഥിരമായി അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നില്ല. ആൺകുട്ടികൾ മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. എന്തുകൊണ്ടായിരിക്കും പെൺകുട്ടികൾ കൂടുതലും സ്പോർട്സിലേക്ക് ഇറങ്ങാത്തതെന്നാണ് സാർ ചിന്തിക്കുന്നത്? സ്പോർട്സിൽ ഇറങ്ങാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തില് ഇടുക്കി പോലുള്ള സ്ഥലങ്ങൾ, അതായത് കാർഷിക മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലൊന്നുമാണ് ഈ പെൺകുട്ടികൾ. നേരത്തെ ഇതിൽ കൂടുതൽ പെൺകുട്ടികൾ ഈ രംഗത്ത് കടന്നു വന്നിരുന്നത്. ഇപ്പൊ എറണാകുളത്തെടുത്ത ഒരു 100-300 കുട്ടികൾ എറണാകുളം ചുറ്റുഭാഗത്ത് പെൺകുട്ടികൾ പരിശീലനത്തിൽ. ഇപ്പം എനിക്ക് എറണാകുളത്ത് അക്കാഡമിയുണ്ട്. അവിടെ ഒരു 50ഓളം കുട്ടികൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്കൂളുകളും എറണാകുളം ജില്ലയിലെ സ്കൂളുകളും ഇടുക്കി ജില്ലയിലെ സ്കൂളും തമ്മിലുള്ള കൺസെപ്റ്റിലും മാറ്റം ഭയങ്കരമാണ്. രണ്ടും 2 ലെവലിലാണ്. ഏതാ അവരിതിന് വളരെ, കാരണം ഇനി ഈ സ്പോർട്സ് വഴി ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പം എറണാകുളത്ത് സംസ്കാരം, മുത്തൂറ്റ്, അസിസി, അവിടെയൊക്കെ നമുക്ക് എൻ്റെ പേരിൽ അക്കാഡമി ഉണ്ട്. എല്ലാ സപ്പോർട്ടും അവർ നമുക്ക് ചെയ്തു തരും. അടിപൊളിയായിട്ട് അവിടെ പോകുന്നത്. പക്ഷെ നമ്മുടെ ജില്ലയിലൊന്നും ഒരു സ്കൂളും നമ്മളെ അന്വേഷിച്ച് വരാറില്ല. നമ്മൾ പോയി ചോദിച്ചാൽ പോലും അവർക്ക് ഒരു ഗ്രൗണ്ട് ചോദിച്ചാൽ പോലും അവർ തരത്തില്ല. കാരണം അവർക്ക് ഇതെന്താണെന്ന് അറിയത്തില്ല, നമ്മളെന്താ ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ തൊട്ടടുത്ത എറണാകുളം ജില്ലയിലെ ഏറ്റവും മുന്തിയ സ്കൂളുകൾ അവരുടെ എല്ലാ സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും നമ്മളാ ചെയ്തു കൊടുക്കുന്നത്. അവർക്കത് എന്താണെന്ന് മനസ്സിലായി. നമ്മളതൊന്നൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതല്ല. പരിശീലകർ വിട്ടുകൊടുക്കും, അവർക്ക് പരിശീലകർക്കുള്ള പൈസ അവർ തന്നെ കൊടുക്കും. നമ്മളൊന്നും അറിയണ്ട. നമ്മളൊന്നും അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി ഒന്നും ചെയ്യാറില്ല. ഏത് നമ്മൾ പണിയെടുത്ത് ജീവിക്കണമെന്നല്ലാതെ. പക്ഷെ കുറച്ചും കൂടി നമ്മൾ കൊടുത്ത കോൺട്രിബ്യൂഷന് വില തൊട്ടടുത്ത ജില്ലയിലാണ്. അതിൻ്റെ കാരണം അവർ കുറ്റമല്ല. ഇവിടെ മൊത്തത്തിൽ കോളേജ് സ്കൂളെന്ന് പറഞ്ഞാൽ സ്പോർട്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം അതിൻ്റെ കാരണം പേരൻസിന് എല്ലാം നല്ല വെളുത്തും തൊടുത്തൊക്കെ ഇരുന്നാൽ മതി, ആരോഗ്യമൊന്നും വേണ്ട. 100% മാർക്ക് നല്ല വെളുത്തിരിക്കണം, തൊടുത്തിരിക്കണം എന്നുള്ളൂ. അപ്പോൾ ഗ്രൗണ്ടിലൊക്കെ വന്ന് വെയിലൊക്കെ കൊണ്ടുകഴിയുമ്പോൾ നമ്മുടെ ഗ്ലാമറൊക്കെ പോകും ഇല്ലേ. അപ്പൊ ഈ ചെറുപ്രായത്തിൽ ഇതെല്ലാം പോയ ആളുകളാണ് ഭാവിയിൽ നല്ല ഔട്ട്സ്റ്റാൻഡിങ് ആളുകളായി വരുന്നത്. അപ്പോൾ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ പോയാലും അവർക്ക് ജീവിക്കാൻ പാടില്ല. കാരണം നമ്മൾ നല്ല ആൾക്കാരുടെ കൂടെ തന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. പൊതുസമൂഹത്തിൽ നമ്മളൊരു ജോലിക്ക് പോയാലും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന രാജ്യത്താണെങ്കിലും നമ്മൾ പോകുന്ന സ്ഥാപനത്തിലാണെങ്കിലും ഒക്കെ നല്ലൊരു മോശമൊക്കെ അവരെയൊക്കെ അടുത്ത് നമുക്ക് പിടിച്ചു നിന്ന് ജീവിക്കണമെങ്കിൽ ഇത്ര ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത കുട്ടികൾ മാത്രമേ ഉള്ളൂ ഒരു ലോങ് ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഇല്ലാതെ ആരുമില്ല. ഞാൻ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ. അപ്പോൾ എല്ലാവരും ഓർക്കണ ഏറ്റവും നല്ല ആൾക്കാരോട് മാത്രം സംസാരിക്കുക, ജീവിക്കുക, ഇന്ററാക്ട് ചെയ്യുക. ഈ മോശമുള്ള ആൾക്കാരോടും ജീവിക്കണ്ടേ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇവരെല്ലാം അസ്വസ്ഥരാണ്.
അപ്പൊ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമൂഹികപരമായൊരു ബോധം സമൂഹത്തിലെ കുട്ടികൾക്കൊന്നുമില്ല. അപ്പൊ അവരിവിടെയൊക്കെ ഇരിക്കുമെങ്കിലും അവരൊന്നും ഈ രാജ്യത്തല്ല ഇരിക്കുന്നത്. എന്ത് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല, വേറെ ഏതോ മൂഡിലവര്. അപ്പൊ അതിനൊന്നും ഒരു പ്രതിവിധി ഇതുവരെ ആരും കണ്ടെത്തുന്നില്ല. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. സ്കൂളുകളിലൊന്നും അങ്ങനത്തെ ഒരു നടക്കുന്നില്ല. അവരിഷ്ടപ്പെട്ടതിലൂടെ മാത്രമേ ഇനി കുട്ടികളെ ബോധവൽക്കരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചുമ്മാ എന്തെങ്കിലും ചെയ്തിട്ടൊന്നും. ഇപ്പൊ ഈ കുടുംബശ്രീയുടെ ഈ പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് 55 വയസ്സുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്പോർട്സ് അല്ലാത്ത സംഘടനകൾ പോലും അങ്ങനെ ചെയ്യാറില്ല. ഏതാ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ന്യൂട്രീഷൻ ക്ലാസ്സുകൾ, പരിക്ക് പറ്റിയുള്ള ക്ലാസ്സുകൾ, പരിക്ക് പറ്റാതിരിക്കാനുള്ള ക്ലാസ്സുകളൊക്കെ നമ്മളവിടെ കൊടുത്തു. നമ്മൾ വേറൊരു കായിക സംഘടനയോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിലുള്ള ഒരാൾ പോലും പ്രോപ്പറായിട്ട് ചെയ്യില്ല. 5 ദിവസം കൊണ്ട് ആ കുട്ടികളിലുള്ള മാറ്റം ഭയങ്കരമാണ്. ഇപ്പൊ ഗീതമൻ തന്നെ അതിന്റെ ഒരു ബൈറ്റ് എടുത്തായിരുന്നു. അതൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. നല്ല നമുക്ക് തൃപ്തിയല്ല. നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരാൾ ചെയ്ത് മാറ്റം വരുമ്പോൾ അതിലാ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിലാ, അല്ലെ? അല്ലാണ്ട് എന്തെങ്കിലും കിട്ടണതിൽ ഉപരിയായിട്ട് നമ്മൾ ചെയ്ത വർക്കിന് അവരിൽ മാറ്റം ഉണ്ടാകുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. സാർ, ഇപ്പൊ സമൂഹത്തില് നമുക്ക് ഒത്തിരി വിഭാഗം, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കുടുംബശ്രീ അങ്ങനെയുള്ള മേഖലകള്, വനിതകളെ ബേസ് ചെയ്തിട്ടുള്ള മേഖലകളുണ്ട്. ഒത്തിരി കാര്യങ്ങള് അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സാറിപ്പോ പരിചയപ്പെട്ട ഒത്തിരി ഇങ്ങനെയുള്ള സംഘടനകള് എത്രത്തോളം സാറിന് ഈ ഒരു മേഖലയിലേക്ക് കുട്ടികളിലേക്ക് കായിക വിദ്യാഭ്യാസം മാത്രമല്ല, അല്ലാതെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ന്യൂട്രീഷൻ, പേഴ്സണൽ ഡെവലപ്മെന്റ്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങള് ഇപ്പൊ സാറ് വർക്ക്ഷോപ്പുകൾ വെച്ചിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള മേഖലകളിലേക്ക് എത്രത്തോളം സാറിന് സമൂഹത്തിലുള്ള നമ്മുടെ സ്ത്രീ വിഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? സത്യത്തില് ഈ കോൺട്രിബ്യൂഷൻ കൊടുക്കാത്തവർക്ക് എവിടെ വേണമെങ്കിൽ കയറി പ്രസംഗിക്കാനും അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും മേടിക്കാനൊന്നും ഇവർക്ക് അതിന് സമയമില്ല. അവർക്ക് എല്ലാ സമയമുണ്ട്. ആർക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിന് അതിന് സമയമില്ല. ഇപ്പൊ പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞാനൊരു 25 വർഷമായിട്ട് അവിടെ എല്ലാ ദിവസവും മിക്കവാറും പോവുക. ഇപ്പൊ കുറച്ച് നാളായിട്ട് മാത്രം വലിയ കാര്യമായിട്ട് പോകാൻ സമയം എനിക്ക് കിട്ടുന്നില്ല. ഗ്രൗണ്ട് പോകണത് തന്നെ അവിടുത്തെ ഏറ്റവും ഇഷ്ട കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറുണ്ട്. അപ്പൊ അവര് എന്റെ കുടുംബം പോലത്തെ ഒരു ഫീൽ അവിടെ ഉണ്ട്. ആ കന്യാസ്ത്രീകളൊക്കെ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്റെ ജീവിതത്തിൽ അതുപോലെ കണ്ടിട്ടില്ല. കാരണം മാനസിക ശാരീരിക വൈകല്യമുള്ള ആളുകൾ, അവര് വരുന്ന കുട്ടികളെല്ലാം, അപ്പൊ അവര് നടന്നു പോകുമ്പോൾ മൂത്രമൊഴിക്കുന്നവര്, എല്ലാം അപ്പിടുന്നവര്, നടക്കാൻ പറ്റാത്തവര്, സംസാരിക്കാൻ പറ്റാത്തവര്, വയലന്റ് ആകുന്നവര്, ഇവരെല്ലാവരും ഒരു രൂപ പോലും കൊടുത്തിട്ടല്ല. അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ മക്കളെ പോലെ 10 മണി മുതൽ 4 മണി വരെ നോക്കുകയും ഇതിന് ശേഷം നമ്മൾ നന്നായിട്ടുള്ള കുട്ടികൾക്കൊക്കെ പരിശീലനം കൊടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഒത്തിരി ആളുകൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ സ്പെഷ്യൽ സ്കൂളുകളുടെ ദേശീയ ഒളിമ്പിക്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സർക്കാർ ഫണ്ടൊക്കെ കൊടുത്തു. പണ്ട് ഞങ്ങൾ പിരിച്ചെടുത്ത ഇവരെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മളൊക്കെ ആദ്യകാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് അവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എയ്ഡഡ് ആക്കുവാണെങ്കിൽ ഇപ്പൊ 250ഓളം കുട്ടികൾ അവിടെയുണ്ട്. ഈ ജില്ലയിൽ തന്നെ ഒരു 3-4 എണ്ണം ഉണ്ടെന്ന് എന്റെ വിശ്വാസം. ഞാൻ കൂടുതൽ അവരുമായിട്ട് ബന്ധപ്പെട്ടേക്കാം. ഈ ഇതുപോലത്തെ ഒരു സ്ഥാപനം ഇല്ലെങ്കിൽ ആ പേരൻസ് വീട്ടിലിരിക്കട്ടെ. വേറെ ഈ ചുറ്റുപാടത്തുള്ള ഏതെങ്കിലും സ്കൂളിൽ പൂട്ടിപ്പോയി നോർത്ത് ഒരു കുഴപ്പമില്ല, അവരെവിടെയെങ്കിലും പോയി പഠിച്ചോളൂ. പക്ഷെ ആ സ്കൂളിൽ പൂട്ടിപ്പോയാൽ ഈ പേരൻസ് ആരെങ്കിലും ഒരാൾ അവരുടെ പണികളൊക്കെ കണ്ടിരിക്കണം, വേണ്ടേ? അപ്പം ഇതൊക്കെ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ സംവിധാനം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ രൂപപ്പെടുന്നില്ല. അത് ചെറിയ പ്രശ്നമല്ല. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ അവിടെ കൂടുതലും ഡോക്ടർമാർ വരുന്ന സ്പോർട്സ് ആയുർവേദം എന്ന് പറയുന്ന പുതിയ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ വന്ന ഡോക്ടർമാരെല്ലാം നല്ല മെഡിക്കലായിട്ടുള്ള ആളുകളാണ്. എപ്പോഴും സ്പോർട്സിന് നല്ല സപ്പോർട്ട്. അവിടെ ഒരു അനുപ്രിയുണ്ട്, പിന്നെ സൗമ്യ ഡോക്ടർ, അവരൊക്കെ സ്പോർട്സ് ആൺകുട്ടികളുടെ മത്സരത്തിനെല്ലാം വന്ന് നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഒന്നും കൊടുത്തിട്ടല്ല, സർക്കാർ സംവിധാനമാണ്. കേരളത്തിലെ തന്നെ നമ്പർ 1 സ്ഥലമാണ്. അവിടെ അരുൺ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, 3 ഡോക്ടർമാരുണ്ട്. സാധാരണ എല്ലായിടത്തും അങ്ങനെയൊന്നും ഇല്ലല്ലോ, 3 ഡോക്ടർമാർ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ തൊടുപുഴ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒത്തിരി സ്ത്രീകൾ നമ്മുടെ സ്ഥാപനവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ട്. ഞാൻ തൊടുപുഴയുടെ കാര്യത്തിൽ ഞാൻ തൃപ്തിയാണ്. കാരണം അവർ സർവീസ് ആയിട്ട് ഇവർ വന്ന് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഡയറ്റീഷ്യൻ എടുക്കാൻ വന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനാണ് ബിൻസി എന്ന് പറഞ്ഞത്. അവരെല്ലാം നല്ല നല്ല ഡെഡിക്കേഷനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു മുൻഗണന കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുറെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട്. കാരണം അവർ ഞങ്ങളുടെയൊക്കെ ഒരു പ്രവർത്തനത്തിന് സപ്പോർട്ടായിട്ട് അവർ വരുന്നതാണ്. അത് എല്ലാവരും വിളിച്ചാൽ പോകുന്ന എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം അവർ ഒന്നും വാങ്ങിയിട്ടില്ല, ചായ പോലും മേടിച്ചു കൊടുത്തിട്ട് ചെയ്തതല്ല.
ഇപ്പം സാറിന്റെ ചെറുപ്പകാലത്തിൽ ഇപ്പം സന്തോഷ് ട്രോഫി ഒക്കെ കളിക്കുന്ന സമയത്ത് സാറിന്റെ ഫാമിലിയിൽ നിന്ന് ഇപ്പൊ ഉമ്മ അവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവർക്ക് സ്പോർട്സിനെ പറ്റി ഒന്നും അങ്ങനെയുള്ള ഒരു ബോധമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഉമ്മ എന്ന് പറയുന്നത്, ഞാൻ വെളുപ്പിന് ചെറുപ്രായത്തിലൊക്കെ കളിക്കാൻ 4 മണിയൊക്കെ ആകുമ്പോൾ അടിച്ച് പോകുമ്പോൾ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടായിരുന്നു. കോഴിമുട്ട പുഴുങ്ങി വാട്ടിത്തരും. കളിയെ പറ്റിയൊന്നും അറിയില്ല. ഞാൻ ഇന്ത്യയുടെ ഒളിമ്പിക്സ് ക്യാമ്പിലൊക്കെ പോയപ്പോൾ അവർക്ക് എന്നാന്ന് മനസ്സിലായത്. സന്തോഷ് ട്രോഫി ടീമിലൊക്കെ ഇട്ട് പത്രത്തിൽ വാർത്തയൊക്കെ വന്ന് സ്പോർട്സ് പേയിലൊക്കെ വാർത്തയൊക്കെ വരുമ്പോഴാണ്. നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് സ്പോർട്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ജില്ലയായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ലെവലിലെത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. എന്നാ ചോദിച്ചാലും തരുമൊക്കെ ചെയ്തെങ്കിലും ഇതിൽ വലിയ ഓപ്പർച്യൂണിറ്റി ഒന്നും അറിയില്ലല്ലോ അവർക്ക്. നമ്മൾ കളിക്കാൻ അതിന് നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ കളിക്കാൻ പോകാനുള്ള ബൂട്ട്സ് വാങ്ങാനും ഇങ്ങനെ നമ്മളെ വെളുപ്പിനടിച്ച് ഇതൊക്കെ മുട്ടയൊക്കെ വാട്ടി തരുമൊക്കെ ചെയ്ത് ഉമ്മയായിരുന്നു. പക്ഷെ അപ്പോഴും അവർക്ക് ഇത് ചുമ്മാ കളി എന്നുള്ളൊരു ലെവലും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് മാറിയിട്ട് ആളുകളിൽ നല്ല അവയർനെസ് എത്തിയിട്ടുണ്ട്. ഉമ്മയായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ഫീലിംഗ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, അതില് ഇപ്പം സാറിനെ കൂടുതൽ ഇൻസ്പയർ ചെയ്തേക്കണ അല്ലെങ്കിൽ കൂടുതൽ സാറിന് മനസ്സിൽ തട്ടിയേക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, പ്രത്യേകിച്ച് ഈ ഒരു സ്പോർട്സ് മേഖലയിൽ? സ്പോർട്സ് മേഖല എന്ന് പറഞ്ഞാൽ എന്റെ കാലിന് പരിക്ക് പറ്റിയത് 90-ലാണ്. എനിക്ക് 20 വയസ്സുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എന്റെ മനസ്സിൽ ഭയങ്കര സങ്കടങ്ങളായിരുന്നു. സാധാരണ ആളുകൾ വേറെ ദുർമാർഗങ്ങളിലേക്കല്ലേ പോകണം. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ നാട്ടിൽ നിന്ന് ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു മനസ്സിലാഗ്രഹം. എൻ്റെ വാപ്പിക്ക് ഒരു ചെറിയ കട, ഹോട്ടലുണ്ട് ടൗണിൽ, ചെറിയ കടയാണ്. അപ്പോൾ വാപ്പയുടെ കൂടെ പോയി ഇരിക്കും. വെളുപ്പിന് പ്രാക്ടീസ് ചെയ്യാൻ പോയി 2 നേരം ഞാൻ ഗ്രൗണ്ടിൽ പോയി പിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കുമായിരുന്നു. 20ഓളം കൊല്ലം അങ്ങനെ തന്നെ, 35 വർഷമായി. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പോയി നമ്മൾ ഗ്രൗണ്ടിൽ പോയി അതിന് പറ്റുന്ന ബോളൊക്കെ മേടിച്ച് അങ്ങനെ ആ ഒരു ലെവലായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഉമ്മ അത് കഴിഞ്ഞപ്പോൾ എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോകുമല്ലോ, ഏതാ നമുക്ക് എപ്പോഴും ഒരു സങ്കടമല്ല. അപ്പം ഉമ്മ മരിച്ചുപോയി കോവിഡ് കാലത്ത്. അപ്പോൾ എപ്പോഴും പറയും, ഇനി കളിച്ചിട്ട് ഒന്നുമില്ല, നീ ആ കടയൊക്കെ നോക്കിയിരുന്നാൽ പോരെ, എന്തിനാ സമയം നീ ജീവിതം കളയാൻ. മരിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശരിക്കും നമ്മൾ കൊടുത്ത കോൺട്രിബ്യൂഷന് അത് നമ്മുടെ സംവിധാനത്തെ നഷ്ടം മുഴുവൻ നമ്മുടെ കുടുംബത്തിനല്ലേ. ഗുണം കിട്ടിയവർ അത് അവർ പോയല്ലോ, നമ്മളത് അതിനും നോക്കി നിൽക്കുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ നമ്മുടെ സമയവും നമുക്ക് നമ്മുടെ കടയും നമ്മുടെ കുടുംബവും ഒന്നും നമ്മൾ ശരിക്കും നോക്കാൻ പലപ്പോഴും പറ്റിയിട്ടില്ല. എന്നെ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്, വീട്ടിൽ നിന്ന് നഖം പോയ കേസ് പറയുമ്പോൾ നമ്മൾ തല പോയ കേസായിട്ടാണ് നിൽക്കണേ. പിന്നെ എങ്ങനെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും? അങ്ങനെ ഒരു പ്രതിബദ്ധതയായിപ്പോയി ചെറുപ്രായത്തില്. നമുക്കൊന്നിന്ന് ഊരി പോകാൻ അറിയാൻ പാടില്ലാത്തൊരു ലെവലായിപ്പോയി. പക്ഷെ ഇപ്പൊ ഒരു 4 വർഷം കഴിഞ്ഞു മരിച്ചിട്ട്. ഞാൻ മരിച്ചതിന് ശേഷം കുറെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. സാറിന് ഇപ്പൊ കർമ്മ മേഖല എന്ന് പറയുന്നത് നമ്മുടെ സോക്കർ സ്കൂള്, അതേപോലെ ഇപ്പൊ സാർ പറഞ്ഞല്ലോ എറണാകുളത്തൊക്കെ അക്കാഡമികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ സാറിന്റെ കുടുംബം, അതായത് സാറിന്റെ ഭാര്യ, ബിഹൈൻഡ് എവറി സക്സസ് ഓഫ് എ മാൻ ദെയർസ് എ വിമൺ എന്ന് പറയുന്ന പോലെ സാറിന്റെ വൈഫ് എത്രത്തോളം സാറിന് ഈ ഒരു മേഖലയിൽ സാർ ഇങ്ങനെ പോകുന്നതുകൊണ്ട്, ഇങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് അതൊരു നല്ല കാര്യമാണ്, ആ രീതിയിൽ എത്രത്തോളം സാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഭാര്യ എന്നല്ല, അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ലല്ലോ പലപ്പോഴും. കാരണം ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ സമ്മർ വെക്കേഷൻ ക്യാമ്പുകൾ തുടങ്ങുന്നത്. രാവിലെയും വൈകുന്നേരമാണ് പിള്ളേരെ പരിശീലനം. ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ പ്രസൻസ് അവിടെ ആവശ്യമാണ്. അപ്പോൾ പലപ്പോഴും അവർക്ക് കിട്ടേണ്ട ഒരു കെയറോ അല്ലെങ്കിൽ ഒരു ടൂറോ ഒന്നും പലപ്പോഴും കിട്ടാറില്ല. ഒരു ഗ്യാങ് പോയി കഴിയുമ്പോൾ അടുത്ത ഗ്യാങ് വരുക. ഏതാ മിക്കവാറും സമൂഹത്തിന് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ആളുകളുടെ എല്ലാം ജീവിതം ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നോടത്ത് എതിരൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും അവർക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ കാരണം, നമ്മുടെ കൺസെപ്റ്റ് കാരണം. ഇന്ന് സമൂഹത്തിലെ കായിക വിദ്യാഭ്യാസത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് സാറിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. അതിനുവേണ്ടി നമ്മുടെ ഈ സമൂഹം എത്രത്തോളം സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൂടി സാറ് നമുക്ക് വ്യക്തമാക്കി തന്നു. അതോടൊപ്പം തന്നെ സാറിന്റെ കുടുംബത്തെ കുറിച്ചും അവരുടെ സപ്പോർട്ടിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും നമ്മളോട് വെളിപ്പെടുത്തുമ്പോൾ നമുക്കറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന സാറിന്റെ ഫാമിലിയോട്, അതായത് പ്രത്യേകിച്ച് സാറിന്റെ വൈഫിനോട്, അമ്മയോട് സാർ എപ്പോഴെങ്കിലും താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ?
ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം അവരെടുക്കുന്ന എഫേർട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന അവരല്ലേ. അപ്പൊ നമ്മള് ഇങ്ങനെ പോയെങ്കിലും അവരൊന്നും ഒരിക്കലും തടസ്സമായിട്ട് നിന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അപ്പൊ നമുക്കറിയാം അവർക്ക് ഇഷ്ടമല്ലെങ്കിലും അതെല്ലാം നമുക്ക് ഒരു മടിയും കൂടാതെ അതെല്ലാം. അപ്പൊ ഞാൻ ആദ്യകാലത്തൊക്കെ ഈ പിള്ളേരിടുന്ന ബിബ്സ് എന്ന സംഭവം ഈ കളി കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് മേടിച്ചില്ലെങ്കിൽ അതെല്ലാം പോകും. അതുകൊണ്ട് അത് കൊണ്ടുവന്ന് നാട്ടിലുള്ള പിള്ളേർ ഇട്ട ജേഴ്സി പോലും എൻ്റെ ഭാര്യയായിരുന്നു. ആദ്യം ഉമ്മയായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഭാര്യയായിരുന്നു. അതെല്ലാം അലക്കി റെഡിയാക്കി ഉണക്കിയിടും കൊല്ലങ്ങളോളം. കാരണം അന്നത്തെ കളി കഴിയുമ്പോഴത്തേക്കും മോലപ്പടത്ത് ഗ്രൗണ്ടിലും ബോയ്സ് സ്കൂളിലെ ഗ്രൗണ്ടിലും ന്യൂമാൻ കോളേജ് ഈ 3 സ്ഥലത്തെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മുടെ എല്ലാം. അപ്പോൾ ആ സ്ഥാപനങ്ങളെല്ലാം നമുക്ക് തന്ന സപ്പോർട്ട് ചെറുതല്ല. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം അവരെയൊക്കെ സപ്പോർട്ടാണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ ടോക്ക് ഷോയില് സഹകരിച്ച സാറിന് ഒത്തിരി നന്ദി. അതേപോലെ തന്നെ എന്താ പറയാ, സാറിന്റെ ഫാമിലിയെ കുറിച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ, പ്രത്യേകിച്ച് ഉമ്മയെ കുറിച്ച് പറഞ്ഞതും വൈഫിനെ കുറിച്ച് പറഞ്ഞതും അവരുടെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞതിനും ഒക്കെ എന്താ പറയാ ഒത്തിരി നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒന്നാണ്. കാരണം ജീവിതത്തിലെ പലരും പല മേഖലകളിൽ നിന്ന് വരുന്ന, അപ്പോ ഓരോ മേഖലകളിലും അവരവരുടെ ഫാമിലി എത്രത്തോളം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് എത്രത്തോളം നമ്മുടെ വരും തലമുറയ്ക്ക് ഒരു സന്ദേശമാകാൻ പറ്റും എന്നുള്ളതൊക്കെ സാറ് പറഞ്ഞു തന്നു. അതുപോലെ പ്രത്യേകിച്ച് കായിക മേഖലയിൽ വരുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഡയറ്റീഷ്യൻ, ന്യൂട്രീഷനെ കുറിച്ച് അറിയണം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ച് അറിയണം, അതുപോലെ പാരന്റ്സ് എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്ത് മുൻനിരയിലേക്ക് സ്പോർട്സിലേക്ക് എത്തിക്കണം എന്നതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അതുപോലെ ഒത്തിരി പ്രോജക്ട്സ് നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വിനിയോഗിക്കാത്തതിനെ കുറിച്ചും പിന്നെ സ്ത്രീ സംഘടനകളെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് മുന്നോട്ട് വരുന്നതിനെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞു. ഇപ്പൊ കുടുംബശ്രീനെ കുറിച്ച് സാറ് പറഞ്ഞു. അതൊക്കെ വലിയ വലിയ അറിവുകളാണ്. അപ്പോൾ ഈ ടോക്ക് ഷോയിൽ ഞങ്ങൾക്ക് അതെല്ലാം പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. വീണ്ടും സാറിനെ നമുക്ക് കാണാം. ആയിക്കോട്ടെ.